ഹായ് നമസ്തേ വെൽക്കം ബാക്ക് വ്യൂസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻട്രേഡർ. സ്വിംഗ് ട്രേഡിങ്ങിൽ നമ്മുടെ സ്റ്റോക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചകളൊക്കെ നല്ല റിട്ടേൺസ് കിട്ടിയ 3 സ്റ്റോക്കിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഒന്ന് അപ്പോളോ ഹോസ്പിറ്റൽ, സെക്കൻഡ് ബജാജ് ഓട്ടോ, അഡാനി പോർട്സ്. അഡാനി പോർട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് 4 തുടങ്ങി മാർക്കറ്റ് അപ് ട്രെൻഡ് ആണ്. നല്ല റിട്ടേൺസ് ഹോൾഡ് ചെയ്തവർക്ക് നല്ല റിട്ടേൺസ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അഡാനി പോർട്സിനെ നമുക്ക് ലാസ്റ്റ് സിക്കിൽ കിട്ടിയിരിക്കുന്ന അപ്രോക്സിമേറ്റ് ഫസ്റ്റ് 4-നാണ്. അതിൽ 1400 നമ്മൾ സിക്കിൽ കിട്ടിയതാണ്. അതിപ്പോൾ നോക്കുകയാണെങ്കിൽ 3 ടാർഗറ്റ് കിട്ടിയ 367 പോയിന്റ്സോളം മാർക്കറ്റ് കയറി നിൽക്കുകയാണ്. നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബജാജ് ഓട്ടിലും 34-ന് ശേഷം മാർക്കറ്റ് അപ്പിലേക്ക് കയറിയത് 935 പോയിന്റ്സോളം മാർക്കറ്റ് കയറി നിൽക്കുകയാണ്. ഈ അപ്പോളോ ഹോസ്പിറ്റലിൽ ഞാൻ 50 മിനിറ്റ്സ് നിന്ന് നമുക്ക് ഇൻട്രാഡേക്കും പൊസിഷനും അതേപോലെ കണ്ടിന്യൂവേഷൻ മാർക്കറ്റ് ആകുമ്പോൾ റിട്ടേൺസ് നമുക്ക് ഹോൾഡ് ചെയ്ത് നല്ല റിട്ടേൺസ് എടുക്കാം. അപ്പം ഈ ലാസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന സിക്കിൽ അപ്പോളോ ഹോസ്പിറ്റലിൽ നമുക്ക് 5-5-നാണ് നമുക്ക് മെയ് 5-ന് കിട്ടിയ സിക്കിലാണ് എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ റെഡ് കളറാണ് സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ, ഗ്രീൻ ആണ് ബൈ. അപ്പോൾ ലാസ്റ്റ് സിഗ്നൽ കൊടുക്കുന്നതാണ് ഡീറ്റെയിൽസ് മുകളിൽ കാണിക്കുക. അപ്പോൾ സിഗ്നൽ വരുന്ന സമയത്ത് നമുക്ക് ആ കൺഫർമേഷൻ ചെക്ക് ചെയ്യുക. ഇപ്പോൾ സെല്ല് വരുന്ന സമയത്ത് നമുക്ക് ക്യാൻഡിൽ റെഡ്, താഴത്തെ കൺഫർമേഷൻ ബാർ റെഡ്, ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ അടുത്ത ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റ് നമുക്ക് ക്യാൻഡിൽ റെഡ് ആണ്, അവിടെ നമുക്ക് ട്രേഡ് എടുക്കാം. അപ്പോൾ അഥവാ സൈഡ് വേസ് എക്സ്ട്രാ കളറാണ് അവിടെ കാണിക്കുന്നതെങ്കിൽ നമുക്ക് മാർക്കറ്റ് റിസ്ക് ആണ്. അപ്പോൾ നമുക്ക് സപ്പോർട്ടും കൂടെ പോകുക അല്ലെങ്കിൽ റെസിസ്റ്റൻസും കൂടെ കട്ട് ചെയ്തതിന് ശേഷം എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് സൈഡ് വേസ് ആയിരുന്നു, അതുകൊണ്ട് ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് റിവേഴ്സ് അഥവാ എടുത്താലും എക്സിറ്റ് ചെയ്യാനായിട്ടുള്ള ഇൻഡിക്കേഷൻ ആണ് നമുക്ക് എക്സ്ട്രാ കളറ്. അതേപോലെ തന്നെ നമുക്ക് ബൈ തന്നു കഴിഞ്ഞാലും ബൈ കൺഫേം. ഇപ്പോൾ ഓൾറെഡി ഇവിടെ കൺഫേം ഉണ്ട്. ക്യാൻഡിൽ കളർ രണ്ടും കൂടെ ഒന്നിച്ച് വന്ന് ഡയറക്റ്റ് എടുക്കാൻ. അവിടുന്ന് പിറ്റേ ദിവസം ബൈ കയറി അതിൻ്റെ പിറ്റേ ദിവസം മാർക്കറ്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സൈഡ് വേസ് ഇവിടെ തന്നിട്ടുണ്ട്. സോ 1-5 സെല്ലിലേക്ക് ഇറങ്ങി, പക്ഷെ നമുക്ക് 15 ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പക്ഷെ ട്രേഡ് എടുത്ത് വെച്ചവർക്ക് ഇവിടെ വേണമെങ്കിൽ എക്സിറ്റ് അടിക്കാം, കാരണം താഴെ ഗ്രീൻ ആണ്, പക്ഷെ കണ്ടിന്യൂഷൻ ആയിട്ട് കുറേ നേരമായിട്ട് സൈഡ് വേസ് ആണ്. അപ്പം അതിന് മുമ്പ് നമുക്ക് എക്സിറ്റ് ചെയ്യുന്ന വാർണിംഗ് സിഗ്നലായിട്ട് നമുക്ക് എക്സ്ട്രാ കളർ അവിടെ തരുന്നുണ്ട്. അതേപോലെ ബജാജോട്ട് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് കിട്ടിയ സിഗ്നൽ നമുക്ക് സിഗ്നൽ വന്നു, ബൈ കിട്ടി, റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് അടിച്ച് കയറി, അവിടുന്ന് ഒറ്റ കയറ്റമായിരുന്നു. അവിടെ നല്ലൊരു അപ് ട്രെൻഡ് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് മാർക്കറ്റ് പിന്നെയും പുൾ ബാക്ക് കഴിഞ്ഞ് രണ്ടാമത് ബ്രേക്ക് ചെയ്തത് അപ്രോക്സിമേറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് പിന്നെയും രണ്ടാമത് എടുക്കാമായിരുന്നു. താഴെ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ബൈ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു, ഇവിടെയൊക്കെ റിട്രേസ്മെൻറ്റ് പുൾ ബാക്ക് മാത്രമാണ് അവിടെ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട്. ഇതൊരു ഡൗൺ അല്ല, തിരിച്ച് പുൾ ബാക്കാണ് കയറാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് മാർക്കറ്റ് സ്വിംഗ് അടിച്ചവർക്ക് അവിടെ താഴെ ഹോൾഡ് ചെയ്യാം. അതേപോലെ അഡാനി പോർട്സ് നോക്കുകയാണെങ്കിൽ 4 അവർ നമുക്ക് ലോങ് ടേമിലേക്കാണ്. കൂടുതലും നമുക്ക് 15 മിനിറ്റ്സ് നമുക്ക് 2-3 ദിവസമൊക്കെ കണ്ടിന്യൂവേഷൻ പോകുന്ന സാധ്യത നമുക്ക് ഹോൾഡ് ചെയ്യാം. ഇൻട്രാഡേ പൊസിഷൻ 30 ഒരാഴ്ച വരെ. അതേപോലെ 1 അവർ നമുക്ക് ഒരു ആഴ്ച, ഒരു മാസം വരെ, ഒരു മാസം മേളിൽ 4 അവർ വെച്ചാൽ മതി. ഇപ്പോൾ ഈ ലാസ്റ്റ് 1 അവർ നോക്കുകയാണെങ്കിൽ ലാസ്റ്റത്തെ അഡാനിയുടെ സിഗ്നൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് 5-ന് വന്ന സിഗ്നൽ പ്രകാരം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് നമുക്ക് 111 പോയിന്റ്സുള്ള അപ് ട്രെൻഡിൽ കയറി നിൽക്കുകയാണ്. അതിന് മുമ്പ് എടുക്കാത്ത ലാസ്റ്റ് നമുക്ക് എടുത്തവർക്ക് റിട്ടേൺസ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് മാർക്കറ്റ് 2 പ്രാവശ്യം ഇറങ്ങാൻ നോക്കി, പക്ഷെ അപ്പോഴും സോഫ്റ്റോടെ കൺഫർമേഷൻ താഴത്തെ ബാർ കൺഫേം ആയില്ല. ഇവിടെയും നമുക്ക് സെല്ല് നോക്കുകയാണെങ്കിൽ താഴെ മാറിയില്ല. അത് കാരണം നമുക്ക് അവിടെ സെല്ലിൻ്റെ ഇൻഡിക്കേഷൻ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഇറക്കത്തിൽ നിന്ന് കയറുമ്പോൾ അവിടെ എടുത്തവർക്ക് നമുക്ക് ലാസ്റ്റ് നോക്കുകയാണ് ഫസ്റ്റ് ഈ മാസം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും എടുത്തവർക്കും നല്ല റിട്ടേൺ ആയിട്ടുണ്ട്. ഈ 15 ദിവസമായിട്ട് നല്ലൊരു അപ് ട്രെൻഡ്. ഇപ്പം ഇന്ന് നോക്കുകയാണെങ്കിൽ 11th. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് നല്ലൊരു അപ് ട്രെൻഡ് ആണ്. അപ്പോൾ നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സോഫ്റ്റ് വർക്ക് ചെയ്യാം എന്നുള്ള ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്യാം. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.